ഈ ക്വസ്റ്റ്യനിൽ 60 ഗേൾസിൻ്റെ ആവറേജ് വെയ്റ്റ് 15 കിലോഗ്രാം, 40 ബോയ്സിൻ്റെ ആവറേജ് വെയ്റ്റ് 30 കിലോഗ്രാം. ഇവരുടെ എല്ലാവരുടെയും ആവറേജ് വെയ്റ്റ് മൊത്തത്തിലുള്ള ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ആവറേജ് വെയ്റ്റാണ് ചോദിക്കുന്നത്. എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അലിഗേഷൻ ഇടുമ്പോൾ മുകളിൽ ഗേൾസിൻ്റെ ആവറേജ് വെയ്റ്റ് 15 കിലോഗ്രാം, ബോയ്സിൻ്റെ ആവറേജ് വെയ്റ്റ് 30 കിലോഗ്രാം. താഴെ കുട്ടികളുടെ എണ്ണത്തിൻ്റെ റേഷ്യോ 60 ഗേൾസ് 40 ബോയ്സ്, 60:40, 3:2. നടുവിലായിരിക്കും എന്ത് വരാം, ഓവറോൾ ആവറേജ് കിട്ടാം. എക്സ് കണ്ടുപിടിക്കാൻ 15 × 3 + 30 × 2 ഡിവൈഡ് ബൈ 3 + 2. ആൻസർ എത്ര കിട്ടും? 21 എന്ന് കിട്ടും. ഇവിടെ 20 രൂപ കിലോയ്ക്ക് വിലയുള്ള 30 കിലോ ഷുഗറും 10 രൂപ കിലോയ്ക്ക് വിലയുള്ള 45 കിലോ ഷുഗറും കൂടി മിക്സ് ചെയ്യാണ് എങ്കിൽ ആ മിക്സ്ചറിൻ്റെ ആവറേജ് പ്രൈസ് എത്രയാണെന്നാണ് ചോദ്യം. അലിഗേഷനിൽ മുകളിൽ രണ്ടിൻ്റെയും പ്രൈസ് ഇടുക, താഴെ ക്വാണ്ടിറ്റിയുടെ റേഷ്യോ 2:3 അതിടുക. എക്സിൻ്റെ വാല്യൂ 14 rupees per kilogram. ഒരു കാറ് 20 കിലോമീറ്റർ സ്പീഡിൽ 30 മിനിറ്റ് നേരവും 10 കിലോമീറ്റർ സ്പീഡിൽ 45 മിനിറ്റ് നേരവും യാത്ര ചെയ്തു എങ്കിൽ ആ കാറിൻ്റെ ആവറേജ് സ്പീഡ് എന്താണെന്നാണ് ചോദ്യം. എന്ത് ചെയ്യാം? മുകളിൽ സ്പീഡുകളിടുക, താഴെ അതിൻ്റെ ടൈമിൻ്റെ റേഷ്യോ ഇടുക. 30 മിനിറ്റ് 45 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ 2:3. എക്സിൻ്റെ വാല്യൂ 14 km/h. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് സ്പീഡ്. ഈ ക്വസ്റ്റ്യനിൽ അമിത് കവേഴ്സ് 200 കിലോമീറ്റർ ഇൻ 10 hours എന്ന് പറയുന്നു എങ്കിൽ ടോട്ടൽ ജേണിയുടെ ആവറേജ് സ്പീഡ് 200 ഡിവൈഡ് ബൈ 10 20 km/h ആണ്. ഈ ജേണിയുടെ ഫസ്റ്റ് പാർട്ട് ഇയാൾ ബസ്സിലാണ് സഞ്ചരിച്ചത് 15 km/h സ്പീഡിൽ. രണ്ടാമത്തെ പാർട്ട് കാറിലാണ് സഞ്ചരിച്ചത് 25 km/h. ഇത് അലിഗേഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ബസ്സിൻ്റെ സ്പീഡ് 15 km/h, കാറിൻ്റെ സ്പീഡ് 25 km/h, നടുവിൽ ആവറേജ് സ്പീഡ്, താഴെ എന്ത് കിട്ടും? ടൈമിൻ്റെ റേഷ്യോ കിട്ടും 1:1. ബസ്സിൽ 1 മണിക്കൂറാണ് സഞ്ചരിച്ചതെങ്കിൽ കാറിൽ അയാൾ സഞ്ചരിച്ചത് 1 മണിക്കൂറാണ്. അപ്പം എങ്കിൽ ഡിസ്റ്റൻസ് കവേർഡ് കണ്ടുപിടിക്കാൻ സ്പീഡ് ഇൻറ്റു ടൈം 15 × 1 25 × 1 എന്ത് കിട്ടും? ആദ്യത്തെ ബസ്സിൽ 15 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ കാറിൽ അയാൾ 25 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കും എങ്കിൽ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എന്തായിരിക്കും? 3:5. ഈ ചോദ്യത്തിൽ 30 ലിറ്റർ മിൽക്കും 10 ലിറ്റർ വാട്ടറും കൂടി മിക്സ് ചെയ്യാണ്. എന്നിട്ട് ഈ മിക്സ്ചർ പാലിൻ്റെ വിലയ്ക്ക് അയാൾ വിൽക്കുകയാണ്. മിൽക്കിൻ്റെ വിലയ്ക്ക് വിൽക്കുമ്പോൾ അയാൾക്ക് എത്ര ശതമാനം പ്രോഫിറ്റ് കിട്ടും എന്നാണ് ചോദ്യം. നമുക്ക് 1 ലിറ്റർ മിൽക്കിൻ്റെ വില 100 രൂപയായിട്ട് അസ്യൂം ചെയ്യാം. വെള്ളത്തിന് വിലയില്ല, 0 rupees. എങ്കിലും മുകളിൽ 100 rupees 0 rupees. താഴെ 30 ലിറ്ററും 10 ലിറ്ററും ക്വാണ്ടിറ്റിയുടെ റേഷ്യോ 3:1. നമുക്ക് ആ മിക്സ്ചറിൻ്റെ കോസ്റ്റ് എന്ത് കിട്ടും? 75 rupees per liter എന്ന് കിട്ടും. മിക്സ്ചറിൻ്റെ കോസ്റ്റ് 75 rupees ആണ് 1 ലിറ്ററിന്. 1 ലിറ്റർ പാലിൻ്റെ വില എത്രയാണ്? 100 രൂപ. അപ്പോൾ 75 രൂപ വിലയുള്ള ആ മിക്സ്ചർ ഇയാൾ വിറ്റത് 100 രൂപയ്ക്കാണ് എങ്കിൽ ഇയാളുടെ പ്രോഫിറ്റ് എത്ര രൂപയാണ്? 25 രൂപ. ഈ 25 കോസ്റ്റ് പ്രൈസിന് എത്ര ശതമാനമാണ്? അതായത് 75 രൂപയുടെ എത്ര ശതമാനമാണ്? 33.3%. ഈ ക്വസ്റ്റ്യനിൽ വാട്ടർ 60 രൂപ ലിറ്ററിന് വിലയുള്ള വൈനായിട്ട് മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 50 രൂപയ്ക്ക് ഇത് വിൽക്കുകയാണ്. ഈ 50 രൂപയ്ക്ക് വിൽക്കുമ്പോൾ പ്രോഫിറ്റ് എത്ര ശതമാനം കിട്ടുന്ന പറയുന്നത്? 25% കിട്ടുന്ന പറയുന്നത്. എങ്കിൽ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കും? മിക്സ്ചറിൻ്റെ കോസ്റ്റ് പ്രൈസ് 40 രൂപയായിരിക്കും. എങ്കിൽ വെള്ളവും വൈനും കൂടി മിക്സ് ചെയ്യുന്നത് അലിഗേഷനിൽ കാണിച്ചു കഴിഞ്ഞാൽ 0 rupees വാട്ടറിൻ്റെ വില, 60 രൂപ വൈനിൻ്റെ വില, 40 രൂപ മിക്സ്ചറിൻ്റെ കോസ്റ്റ് പ്രൈസ്. നമുക്കെന്ത് കിട്ടും? 20യും 40യും താഴെ കിട്ടും. 2:4 എന്നാണ്, അല്ലെങ്കിൽ 1:2 എന്നാണ് വാട്ടറിൻ്റെയും വൈനിൻ്റെയും മിക്സിംഗ് റേഷ്യോ. വെസൽ എയിലെ മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ എന്താ? 4:5. വെസൽ ബിയിലെ മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ 5:1.
വെസൽ എയിലെ ടോട്ടൽ മിക്സ്ചറിൻ്റെ 4/9 എന്തായിരിക്കും? മിൽക്കായിരിക്കും. വെസൽ ബിയിലെ ടോട്ടൽ മിക്സ്ചറിൻ്റെ 5/6 എന്തായിരിക്കും? മിൽക്കായിരിക്കും. ഈ രണ്ട് പാത്രത്തിൽ നിന്ന് കുറച്ച് സൊല്യൂഷൻ എടുത്ത് മിക്സ് ചെയ്ത് മൂന്നാമത്തെ പാത്രത്തിൽ മിക്സ് ചെയ്തു എന്നാണ് പറയുന്നത്. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ പാത്രത്തിൽ മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ 5:4 ആണ്. അതായത് ടോട്ടൽ മിക്സ്ചറിൻ്റെ 9/5 മിൽക്കാണ് എന്നാണ് പറയുന്നത്. എങ്കിൽ ഏത് റേഷ്യോയിലാണ് ഇത് മിക്സ് ചെയ്തത്? അത് വെസൽ എയിൽ നിന്ന് എത്ര എടുത്തു, വെസൽ ബിയിൽ നിന്ന് എത്ര എടുത്തു എന്ന് കണ്ടുപിടിക്കാൻ അലിഗേഷൻ ഇടുക. 4/9 5/6 മിക്സ് ചെയ്ത് മൂന്നാമത്തെ പാത്രത്തിൽ മിക്സ് ചെയ്യുമ്പോൾ 5/9 പാർട്ട് എന്തായിരിക്കും? മിൽക്കായിരിക്കും. അലിഗേഷൻ വെച്ച് നോക്കുമ്പോൾ 10:2 എന്ന് കിട്ടും. 5:1 എന്നാണ് ആൻസർ. വെസൽ എയിൽ നിന്ന് 5 ലിറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ വെസൽ ബിയിൽ നിന്ന് 1 ലിറ്റർ എടുത്തു. ഈ ക്വസ്റ്റ്യനിലെ കെമിക്കൽ എക്സ് ഉണ്ടാക്കാൻ 2 റോ മെറ്റീരിയൽ വേണം. എയും ബിയും ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യണം? 1:3 റേഷ്യോയിൽ മിക്സ് ചെയ്യണം. കെമിക്കൽ വൈ ഉണ്ടാക്കാൻ 2 റോ മെറ്റീരിയൽ വേണം. ബിയും സിയും ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യണം? 2:1 റേഷ്യോയിൽ മിക്സ് ചെയ്യണം. ഇനി പ്രൊഡക്റ്റ് പി ഉണ്ടാക്കാനോ കെമിക്കൽ എക്സും കെമിക്കൽ വൈയും 5:4 റേഷ്യോയിൽ മിക്സ് ചെയ്യണം. ഇവിടെ പ്രൊഡക്റ്റ് പി ഉണ്ടാക്കാൻ പോവുകയാണ്. പ്രൊഡക്റ്റ് പി ഉണ്ടാക്കുമ്പോൾ കെമിക്കൽ എക്സിനകത്ത് ബി എന്ന റോ മെറ്റീരിയൽ എത്ര പാർട്ട് ഉണ്ടായിരിക്കും? 3/4 പാർട്ട് ഉണ്ടായിരിക്കും. കെമിക്കൽ വൈയിൽ ബി എന്ന റോ മെറ്റീരിയൽ എത്ര പാർട്ട് ഉണ്ടായിരിക്കും? 2/3 പാർട്ട് ഉണ്ടായിരിക്കും. അലിഗേഷൻ ചെയ്യുമ്പോൾ മുകളിൽ 3/4ഉം 2/3 ഇടുക. പ്രൊഡക്റ്റ് പി ഉണ്ടാക്കുമ്പോൾ കെമിക്കൽ എക്സ് 5 എടുക്കുകയാണെങ്കിൽ കെമിക്കൽ വൈ എത്ര എടുക്കണം? 4 എടുക്കണം. എങ്കിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് 77/108 പാർട്ട് എന്തുണ്ടായിരിക്കും? റോ മെറ്റീരിയൽ ബി ഉണ്ടായിരിക്കും. 77/108. എങ്കിൽ 108 എക്സിനകത്ത് റോ മെറ്റീരിയൽ എ ഉണ്ട്, റോ മെറ്റീരിയൽ ബി ഉണ്ട്, റോ മെറ്റീരിയൽ സി ഉണ്ട്. 77 എക്സിനകത്ത് എന്തുള്ളൂ? റോ മെറ്റീരിയൽ ബി മാത്രമേ ഉള്ളൂ. എങ്കിൽ ബിയിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള റേഷ്യോ യൂണിറ്റ് എന്താണ്? 77x ആണ്. ഇവിടെ പറയുന്നുണ്ട് ഈ പ്രൊഡക്റ്റ് പിൻ്റെ കൂടെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്, വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുള്ള മിക്സ്ചറിൽ അതിൻ്റെ 50% എന്താണെന്ന് പറയുന്നത്? ഈ റോ മെറ്റീരിയൽ ബി ആണെന്നാണ് പറയുന്നത്. എങ്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റി വെള്ളവും കൂടി മിക്സ് ചെയ്ത ടോട്ടൽ ക്വാണ്ടിറ്റി എന്താ? 154x ആയിരിക്കും. ഈ 154xൽ നിന്ന് 108x മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 46x എന്ന് കിട്ടും. 46x എന്താണ്? വാട്ടറിൻ്റെ ക്വാണ്ടിറ്റിയുടെ റേഷ്യോ യൂണിറ്റാണ് 46 എന്നത്. എങ്കിൽ ടോട്ടൽ 864 യൂണിറ്റ്സ് അതെന്തിനോട് ഈക്വലായിരിക്കും? 108 എന്ന വാല്യൂവിനോട് ഈക്വലായിരിക്കും. അതായത് പ്രൊഡക്റ്റ് പിയുടെ മിക്സിൻ്റെ റേഷ്യോ യൂണിറ്റിനോട് ഈക്വലൻ്റ് ആയിരിക്കും. 108 യൂണിറ്റ്സിനോട് ഈക്വലൻ്റ് ആയിരിക്കും. 46xനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ എന്താ? 46 റേഷ്യോ യൂണിറ്റിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ 368 യൂണിറ്റ്സ്. അതാണ് എന്ത്? വെള്ളം. ഒരു കണ്ടെയ്നറിൽ 50 ലിറ്റർ മിൽക്ക് ഉണ്ട്. അതിൽ നിന്ന് 5 ലിറ്റർ മിൽക്ക് പുറത്തെടുത്തിട്ട് 5 ലിറ്റർ വാട്ടർ ആഡ് ചെയ്തു. ഈ പ്രോസസ്സ് ആ പാത്രത്തിൽ 4 തവണയും കൊണ്ട് റിപ്പീറ്റ് ചെയ്തു. എങ്കിൽ ബാക്കി ആ കണ്ടെയ്നറിൽ എത്ര ലിറ്റർ മിൽക്ക് ഉണ്ടായിരിക്കും എന്നാണ് ചോദ്യം. 50 ലിറ്റർ ആദ്യം ഉണ്ടായിരുന്നു. അത് ഒരു തവണ ചേഞ്ച് ചെയ്യുമ്പോൾ, അതായത് റീപ്ലേസ് ചെയ്യുമ്പോൾ 5 ലിറ്റർ മിൽക്ക് റീപ്ലേസ് ചെയ്ത് വാട്ടർ ഒഴിക്കുമ്പോൾ ഇൻറ്റു 45/50 ആയി മാറും. അതായത് 45 ലിറ്റർ മിൽക്കും 5 ലിറ്റർ വെള്ളവുമായിരിക്കും അതുണ്ടാവുക. 4 തവണയും കൂടി റിപ്പീറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു 45/50 എന്നത് 4 തവണയും കൂടി എഴുതുക. ആൻസർ എന്തായിരിക്കും? 29.5 ലിറ്റർ മിൽക്കായിരിക്കും ഈ പ്രോസസ്സിന് ശേഷം ബാക്കി കണ്ടെയ്നറിലുണ്ടാവുന്ന മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി. ഒരു പാത്രത്തിൽ മിൽക്കും വാട്ടറും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് 75% മിൽക്കുണ്ട്. എങ്കിൽ 25% എന്തായിരിക്കും? വാട്ടറായിരിക്കും. അതിൽ നിന്ന് 5 ലിറ്റർ പുറത്തേക്ക് എടുത്തിട്ട് 5 ലിറ്റർ വെള്ളം ചേർക്കാണ്. പുറത്തേക്ക് എടുത്തിട്ട് ആ 5 ലിറ്റർ വെള്ളം മാത്രം ചേർക്കുമ്പോൾ സംഭവിക്കുന്ന മിക്സിംഗ് ആണ് അലിഗേഷനിൽ കാണിച്ചിരിക്കുന്നത്. അതായത്
25% വാട്ടറാണ് മിക്സിനകത്തുള്ളത്. 100% അതായത് ഫുള്ളും വാട്ടറായിട്ടുള്ള വെള്ളമാണ് അതിനകത്ത് ചേർക്കാൻ പോകുന്നത്. ചേർത്ത് കഴിഞ്ഞാൽ ആ ബാക്കി വരുന്ന മിക്സിനകത്ത് 60% മിൽക്ക് ഉണ്ടാവുമെന്ന് പറയുന്നത് വാട്ടർ എത്രയുണ്ടായിരിക്കും? അപ്പോൾ 40% ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്. ഈ 100% താഴെ എന്ത് എഴുതണം? 5 ലിറ്റർ എന്ന് എഴുതണം. 5 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 5 ലിറ്റർ വാട്ടറാണ് റീപ്ലേസ് ചെയ്യുന്നത്, അതായത് എക്സ്ട്രാ ചേർക്കുന്നത്. എങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? എക്സ് എന്ന് പറയുമ്പോൾ ഈ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് അതിനകത്തുണ്ടായിരുന്ന ക്വാണ്ടിറ്റി എന്തായിരിക്കും? 20 ലിറ്ററാണ്. 20 ലിറ്ററിൻ്റെ ഒപ്പം ഒഴിച്ച വെള്ളം കൂടി റീപ്ലേസ് ചെയ്ത 5 ലിറ്ററും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 25 ലിറ്ററാണ് ടോട്ടൽ ക്വാണ്ടിറ്റി മിക്സ്ചർ. ഒരു പാത്രത്തിൽ 40% ഷുഗറുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്. അതിൽ നിന്ന് കുറച്ച് ഭാഗം കുറച്ച് ഭാഗം കളഞ്ഞു. ആ കളഞ്ഞ ആ പാത്രത്തിലേക്ക് 19% ഷുഗറുള്ള ഒരു സൊല്യൂഷൻ ഒഴിക്കുകയാണ്. ആ കളഞ്ഞത് എത്ര യൂണിറ്റാണോ അത്ര യൂണിറ്റ് ആയിരിക്കും തിരിച്ചൊഴിക്കുന്നത്. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രത്തിൽ 26% ഷുഗറുള്ള ഒരു സൊല്യൂഷൻ കിട്ടുന്നതാണ് പറയുന്നത്. എങ്കിൽ ആദ്യത്തെ പാത്രത്തിൽ നമ്മൾ കുറച്ച് ഭാഗം ഒഴിച്ച് കളഞ്ഞു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സൊല്യൂഷനിൽ 40% ഷുഗറുണ്ട്. അതിൻ്റെ ഒപ്പം 19% ഷുഗറുള്ള കുറച്ച് സൊല്യൂഷൻ ഒഴിക്കുകയാണ് അതിനകത്തേക്ക്. ഒഴിക്കുന്നത് എത്ര എമൗണ്ട് ആയിരിക്കും? എത്രയാണോ കളഞ്ഞത് അത്ര എമൗണ്ട് ആയിരിക്കും ഒഴിക്കുന്നുണ്ടാവുക, അത്രയും ക്വാണ്ടിറ്റി ആയിരിക്കും ഒഴിക്കുന്നുണ്ടാവുക. പുതിയ മിക്സിനകത്ത് 26% ഷുഗർ സൊല്യൂഷനായിരിക്കും. എങ്കിലകത്ത് 40% ഷുഗർ സൊല്യൂഷൻ 1 ലിറ്റർ ആണെങ്കിൽ 19% ഷുഗർ സൊല്യൂഷൻ 2 ലിറ്റർ ആയിരിക്കും. അതായത് ആദ്യം ആ പാത്രത്തിൽ നിന്ന് കളഞ്ഞിട്ടാണല്ലോ ഒഴിക്കുന്നത്. എങ്കിൽ 2 ലിറ്ററാണ് ഒഴിക്കുന്നതെങ്കിൽ 3 ലിറ്റർ ആ പാത്രത്തിൽ ആദ്യം ഉണ്ടായിരുന്നു, 2 ലിറ്ററാണ് കളഞ്ഞിരിക്കുന്നത്. എങ്കിൽ 2/3 പാർട്ടാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ 20 ലിറ്റർ മിക്സ്ചറിനകത്ത് മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ 3:2 ആണ്. അതായത് മിൽക്ക് 60% ഉണ്ടെങ്കിൽ വാട്ടർ എത്രയായിരിക്കും? 40%. അപ്പോൾ അതിൽ നിന്ന് 10 ലിറ്റർ എടുത്ത് മാറ്റാണ്. അപ്പോൾ ബാക്കി എത്ര ലിറ്റർ ഉണ്ട്? 10 ലിറ്റർ ഉണ്ട്. ആ 10 ലിറ്ററിനകത്ത് 60% മിക്സാണുള്ളത്. അതാണ് ആദ്യത്തെ അലിഗേഷനിൽ കാണിച്ചിരിക്കുന്നത്. 60%-ന് താഴെ 10 ലിറ്റർ. തിരിച്ചതിനകത്തേക്ക് ഒഴിക്കുന്നത് എന്താ? പ്യുവർ മിൽക്കാണ്. പ്യുവർ മിൽക്ക് എന്ന് പറയുമ്പോൾ 100% അതിനകത്ത് മിൽക്കിൻ്റെ കണ്ടൻറ്റ് മാത്രമുള്ളത്. അപ്പോൾ 10 ലിറ്റർ മാറ്റിയിട്ട് 10 ലിറ്റർ തിരിച്ചൊഴിക്കുമ്പോൾ 100%-ന് താഴെ 10 ലിറ്ററാണ് എഴുതേണ്ടത്. ക്വാണ്ടിറ്റി 10 ലിറ്റർ 10 ലിറ്റർ. എങ്കിൽ പ്യുവർ മിൽക്ക് ഒഴിക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന മിൽക്കിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? 80% ആയിരിക്കും. ഈ പ്രോസസ്സ് ഒരു തവണയും കൂടി റിപ്പീറ്റ് ചെയ്യണം. എങ്കിൽ ഇപ്പോൾ ആ പാത്രത്തിൽ 20 ലിറ്റർ മിൽക്കും വാട്ടറുണ്ട്. അതിൽ 80% മിൽക്കാണ്, 20% എന്താണ്? വാട്ടറാണ്. എങ്കിൽ അതിൽ നിന്ന് 10 ലിറ്റർ എടുത്ത് മാറ്റി ബാക്കി റിമൈനിങ് 10 ലിറ്ററിനകത്ത്, രണ്ടാമത്തെ അലിഗേഷൻ നോക്കുക, റിമൈനിങ് 10 ലിറ്ററിനകത്ത് 80% മിൽക്കുണ്ട്. അതിനകത്തേക്ക് 10 ലിറ്റർ പ്യുവർ മിൽക്ക് ആഡ് ചെയ്യാണ്. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അലിഗേഷൻ നോക്കുക, രണ്ടാമത്തെ അലിഗേഷനിൽ ആഡ് ചെയ്യുന്ന അതാ കാണിക്കുന്നത് 90% കോൺസെൻട്രേഷൻ മിൽക്കിൻ്റെ കോൺസെൻട്രേഷനുള്ള മിക്സ് കിട്ടും. എങ്കിൽ രണ്ടാമത്തെ പ്രോസസ്സിന് ശേഷം മിൽക്കിൻ്റെയും വാട്ടറിൻ്റെ റേഷ്യോ എന്താ? അതായത് 20 ലിറ്ററിൽ 18 ലിറ്റർ മിൽക്കായിരിക്കും, 2 ലിറ്റർ വാട്ടറായിരിക്കും. 9:1 റേഷ്യോയിലാണ് മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും ക്വാണ്ടിറ്റി അതിനകത്തുള്ളത്. ഈ ക്വസ്റ്റ്യനിൽ 3 വിലയുള്ള 60 രൂപ, 75 രൂപ, 100 രൂപ ഇങ്ങനെ 3 വിലയുള്ള ചായപ്പൊടി മിക്സ് ചെയ്യാണ്. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 96 രൂപയ്ക്ക് അത് വിൽക്കുകയാണ്. 96 രൂപയ്ക്ക് അത് വിൽക്കുമ്പോൾ 20% പ്രോഫിറ്റ് ഉണ്ടാവുന്നു എന്ന് പറയുകയാണെങ്കിൽ ആ മിക്സ്ചറിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്താ? 80 രൂപയാണ്. അപ്പോൾ ഇവിടെ 3 വിലയുള്ള കാപ്പിപ്പൊടിയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അലിഗേഷൻ ചെയ്യുമ്പോൾ രണ്ട് തവണ ചെയ്യുമ്പോൾ ആദ്യം നമുക്കറിയാം ഏവറേജ് കോസ്റ്റ് പ്രൈസ് 80 രൂപയാണ്. അപ്പോൾ നമ്മൾ അലിഗേഷൻ എടുക്കുമ്പോൾ 1 80-നേക്കാളും താഴെയും
അതായത് ഒരു രൂപ 80-നേക്കാളും താഴെ, മറ്റേത് 80-നേക്കാളും മുകളിലായിരിക്കണം. എങ്കിൽ 60 100 എടുക്കാം, 100 75 എടുക്കാം. 60 രൂപ വിലയുള്ള ചായപ്പൊടി 100 രൂപ വിലയുള്ള ചായപ്പൊടിയായിട്ട് മിക്സ് ചെയ്യുക. എങ്കിൽ എന്തായിരിക്കും മിക്സ് ചെയ്യുന്ന ക്വാണ്ടിറ്റി? 1:1. രണ്ടാമത്തെ അലിഗേഷനിൽ 100 രൂപ വിലയുള്ള ചായപ്പൊടിയും 75 രൂപ വിലയുള്ള ചായപ്പൊടിയും കൂടി മിക്സ് ചെയ്യുക. എങ്കിൽ റേഷ്യോ എന്തായാലും ക്വാണ്ടിറ്റിയുടെ റേഷ്യോ 1:4. എന്നിട്ട് രണ്ടിലും 100 രൂപയുടെ ചായപ്പൊടി രണ്ടിലും കോമൺ ആണ്, അലിഗേഷനിൽ കോമൺ ആണ്. ആ റേഷ്യോ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ 100ൻ്റെ താഴെ 1 എന്ന റേഷ്യോയാണ്. രണ്ടാമത്തെ അലിഗേഷനിൽ 100ൻ്റെ താഴെ 1 എന്ന റേഷ്യോ ആണ്. അത് തമ്മിൽ ആഡ് ചെയ്യാം. അതായത് 60ന് താഴെയുള്ള 1, പിന്നെ 100ന് താഴെയുള്ള 2 ഒന്നുണ്ട്, അത് 2 ആഡ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. 75 താഴെയുള്ള 4. എങ്കിലും മിക്സ് ചെയ്യേണ്ട റേഷ്യോ എന്താ? 1:4:2 എന്ന റേഷ്യോയിലാണ് ഈ 3 ചായപ്പൊടി, അതായത് 60 രൂപ വിലയുള്ള ചായപ്പൊടി, 75 രൂപ വിലയുള്ള ചായപ്പൊടി, 100 രൂപ വിലയുള്ള ചായപ്പൊടി 1:4:2 എന്ന റേഷ്യോയിലാണ് മിക്സ് ചെയ്യേണ്ടത്. ഇത് നേരത്തെ ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത് അലിഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 20 രൂപ വിലയുള്ള 1 കിലോ എടുക്കണം, 30 രൂപ വിലയുള്ള 2 കിലോ എടുക്കണം, 24 രൂപ വിലയുള്ള അരി 5 കിലോ എടുക്കണം എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ പറയുന്നത് തേർഡ് വേരിയൻ്റ് 2 കിലോ ആണെങ്കിൽ നമുക്കിവിടെ 2 കിലോ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, 2 എന്ന റേഷ്യോ ആണ് കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് വേരിയൻ്റ് എത്ര കിലോ എടുക്കണം എന്നാണ് ചോദ്യം. 5 കിലോ. ആൻസർ 5 കിലോ സെക്കൻഡ് വേരിയൻ്റ് റൈസ് മിക്സ് ചെയ്യുമ്പോൾ എടുക്കണം. ഇവിടെ ഒരു പാത്രത്തിൽ 30 ലിറ്റർ മിക്സ്ചർ ഉണ്ട്. ആ മിക്സ്ചറിൽ മിൽക്കിൻ്റെയും വാട്ടറിൻ്റെ റേഷ്യോ 7:3 ആണ്. അതായത് 30% വാട്ടർ ഉണ്ട്. അതിനകത്തേക്ക് എത്ര ലിറ്റർ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് 40% വെള്ളമുള്ള ഒരു മിക്സ്ചർ കിട്ടുക എന്നാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ 30% വാട്ടറുള്ള മിക്സ്ചർ 30 ലിറ്റർ ഉണ്ട്, റീപ്ലേസ് അല്ല ആഡ് ചെയ്യലാണ്. അതാണ് 30 ലിറ്റർ ഉണ്ട്. 100% വെള്ളം അതിനകത്ത് ആഡ് ചെയ്യാണ്. ഒരു മിക്സ്ചറല്ല, 100% പ്യുവർ വാട്ടറാണ്, അത് മിക്സ് ചെയ്യാണ്. അത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് 40% വാട്ടറുള്ള ഒരു മിക്സ്ചറാണ്. എങ്കിൽ ക്വാണ്ടിറ്റി 30-ഉം എക്സിൻ്റെ അവിടെ എന്ത് കിട്ടും? 5 ലിറ്റർ എന്ന് കിട്ടും. അതായത് 5 ലിറ്റർ വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇവിടെ 2 വെസൽസ് ഉണ്ട്. നമുക്ക് അതിന് പേര് കൊടുക്കാം വെസൽ എ, വെസൽ ബി. വെസൽ എയിൽ മുഴുവനും മിൽക്കാണെന്നാണ് പറയുന്നത്. ആ വെസലിൻ്റെ കപ്പാസിറ്റി നമുക്ക് 3 ലിറ്റർ എടുക്കാം. അപ്പോൾ രണ്ടാമത്തെ വെസലിൽ 1/3 ഫുൾ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വെസൽ ബിയിൽ 1 ലിറ്റർ വാട്ടർ ആയിരിക്കും. 3 ലിറ്ററാണ് കപ്പാസിറ്റി, 1 ലിറ്റർ വാട്ടർ ആയിരിക്കും. ഇനി എന്താ ചെയ്യുന്നത്? വെസൽ എയിൽ നിന്ന് മിൽക്ക് വെസൽ ബിയിലേക്ക് ഒഴിക്കുകയാണ്. നമുക്ക് എത്ര ഒഴിക്കാൻ പറ്റും? 2 ലിറ്ററിൽ ഒഴിക്കാൻ പറ്റുള്ളൂ. എങ്കിൽ വെസൽ ബിയിൽ എന്താവും? 2 ലിറ്റർ മിൽക്കും 1 ലിറ്റർ വാട്ടറായിരിക്കും. അപ്പോൾ വെസൽ എയിൽ അപ്പോൾ എത്ര മിൽക്ക് ബാക്കിയുണ്ട്? 1 ലിറ്റർ മിൽക്ക് ബാക്കിയുണ്ട്. അതാണ് ഫസ്റ്റത്തെ പ്രോസസ്സ്. രണ്ടാമത്തെ പ്രോസസ്സ് എന്താ സംഭവിക്കുന്നത്? അവിടെ വെസൽ ബിയിൽ നിന്ന് 2 ലിറ്റർ എടുത്തിട്ട് വെസൽ എയിലേക്ക് ഒഴിക്കുകയാണ്. എങ്കിൽ നമുക്കത് അലിഗേഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ വെസൽ എയിൽ 3/3 പാർട്ട് എന്താണ്? മിൽക്കാണ്. അത് എത്രയുണ്ട്? 1 ലിറ്റർ ഉണ്ട്. വെസൽ ബിയിൽ നിന്ന് 2 ലിറ്ററാണ് ഒഴിക്കാൻ പോകുന്നത്. അതിനകത്ത് മിൽക്ക് എത്ര പാർട്ടുണ്ട്? 2/3 പാർട്ടുണ്ട്. അത് വെസൽ എയിലേക്ക് ഒഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മിൽക്കിൻ്റെ അളവ് 3 ലിറ്ററിൽ 3 ലിറ്ററിൻ്റെ 7/9 ഭാഗമായിരിക്കും. അപ്പുറത്ത് വെസൽ ബിയിലോ 1 ലിറ്റർ മിക്സ്ചറിലെ മിൽക്കിൻ്റെ അളവ് 2/3 ഭാഗമായിരിക്കും. ഇനി എന്താ ചെയ്യുന്നത്? വെസൽ എയിൽ നിന്ന് 2 ലിറ്റർ എടുത്ത് വെസൽ ബിയിലേക്ക് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? മിക്സ്ചർ സംഭവിക്കുന്നത് 2 ലിറ്ററാണ് ഒഴിക്കാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? മിൽക്കിൻ്റെ അളവ് അലിഗേഷനിൽ കാണിക്കുമ്പോൾ 7/9. വെസൽ ബിയിലെ മിൽക്കിൻ്റെ അളവ് 2/3. നമ്മൾ വെസൽ എയിൽ നിന്ന് 2 ലിറ്ററാണ് എടുക്കുന്നത്, വെസൽ ബിയിൽ നിന്ന് 1 ലിറ്ററാണ് എടുക്കുന്നത്. എങ്കിൽ വെസൽ ബിയിൽ എത്ര ലിറ്റർ മിൽക്ക് ഉണ്ടായിരിക്കും? 3 ലിറ്ററിൻ്റെ 20/27 ഭാഗം മിൽക്കായിരിക്കും. ഇവിടെ ഒരു 60 ലിറ്റർ മിക്സ്ചർ ഉണ്ട്. അതിൽ മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ
2:3 ആണ്. അതായത് അതിനകത്ത് 40% മിൽക്കാണ്. അതിൽ നിന്ന് എക്സ് ലിറ്റർ മിക്സ്ചർ പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് എത്രയാണോ പുറത്തേക്ക് എടുത്തത് അത്രയും യൂണിറ്റ് അതിനകത്തേക്ക് എന്തൊഴിക്കുകയാണ്, പ്യുവർ മിൽക്ക് ആഡ് ചെയ്യാണ്. എങ്കിൽ ആഡ് ചെയ്തതിന് ശേഷം അതിൽ മിക്സ്ചറിൽ 50% എന്തായിരിക്കും, പ്യുവർ മിൽക്കായിരിക്കും. എങ്കിൽ നമ്മളത് അലിഗേഷനിൽ കാണിച്ചു കഴിഞ്ഞാൽ, അതായത് ആഡ് ചെയ്യുന്ന സമയത്തുള്ള മിക്സിങ്ങിൻ്റെ അലിഗേഷൻ 40% മിൽക്കുള്ള മിക്സ്ചറിലേക്ക് പ്യുവർ മിൽക്ക് 100% ആഡ് ചെയ്യുമ്പോൾ ആ മിക്സ്ചർ എന്തായി മാറും, ആ മിക്സ്ചറിൻ്റെ 50% മിൽക്കായിട്ട് മാറും. അതാണ് അലിഗേഷനിൽ കാണിച്ചത്. എങ്കിൽ പ്യുവർ മിൽക്ക് 1 ലിറ്റർ ആണെങ്കിൽ ആ മിക്സ് എത്രയായിരിക്കും, 5 ലിറ്റർ ആയിരിക്കും. അതായത് 5:1 റേഷ്യോ ആണ് അതിൻ്റെ ക്വാണ്ടിറ്റി. പക്ഷെ നമുക്കറിയാം എന്താണ്, 60 ലിറ്ററാണ് ആദ്യം ഉണ്ടായിരുന്ന മിക്സ്. അപ്പോൾ 60 ലിറ്റർ എന്ന വാല്യൂ 6 എന്ന റേഷ്യോടിനോട് ഈക്വലാണ്. അതായത് 5+1 6 എന്ന റേഷ്യോടിനോട് ഈക്വലാണ്. 1 എന്ന റേഷ്യോടിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ 10 ലിറ്റേഴ്സാണ് ആഡ് ചെയ്യുന്നത്, പ്യുവർ മിൽക്ക് ആഡ് ചെയ്യുന്നത്. അതായത് 10 ലിറ്റേഴ്സ് മിക്സിൽ നിന്ന് പുറത്തേക്ക് എടുത്തു, 10 ലിറ്റേഴ്സ് പ്യുവർ മിൽക്ക് ആഡ് ചെയ്യുന്നു. ഒരു ഫാമിൽ പീജിയൻസും ഉണ്ട്, ഹോഴ്സസും ഉണ്ട്. എന്നിട്ട് പറയുന്നു ആ ഫാമിൽ ടോട്ടൽ ഹെഡ്സിൻ്റെ എണ്ണം 80 ആണെന്ന് പറയുന്നു. അതായത് 80 മൃഗങ്ങളാണുള്ളത്. പീജിയൻസും ഹോഴ്സസും ചേർന്ന 80 മൃഗങ്ങൾ, പീജിയൻസ് പ്ലസ് ഹോഴ്സസ്, അവരുടെ എണ്ണം 80 ആണ്. പിന്നെ പറയുന്നു 260 ലെഗ്സ് ആണുള്ളത്. അതായത് പീജിയൻസിന് 2 ലെഗ്സ് ഉണ്ടാവും, ഹോഴ്സസിന് 4 ലെഗ്സ് ഉണ്ടാവും. എല്ലാ ജന്തുക്കളുടെയും കാലുകളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ 260 കിട്ടും അല്ലേ. നമുക്ക് പറയാം പീജിയൻസിൻ്റെ ലെഗ്സിൻ്റെ എണ്ണം 2 എങ്കിൽ പീജിയൻസിൻ്റെ മാത്രം ലെഗ്സ് കൗണ്ട് ചെയ്തിട്ട് ഡിവൈഡ് ബൈ പീജിയൻസിൻ്റെ എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആവറേജ് ലെഗ്സ് ഓഫ് പീജിയൻ എന്താ 2, ആവറേജ് ലെഗ്സ് ഓഫ് ഹോഴ്സസ് എന്താ 4, നടുവിലെന്താ ആവറേജ് ലെഗ്സ് ഓഫ് ഓൾ അനിമൽസ്, അതായത് 260 ഹരിക്കണം 80 3.25. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, പീജിയൻസിൻ്റെ ലെഗ്സിൻ്റെ ആവറേജും ഹോഴ്സസിൻ്റെ ലെഗ്സിൻ്റെ ആവറേജും ടോട്ടൽ എനിമൽസിൻ്റെ ലെഗ്സിൻ്റെ ആവറേജും കൂടിയിട്ട് അലിഗേഷൻ ചെയ്തപ്പോൾ നമുക്കെന്ത് കിട്ടി, 0.75 എന്നും 1.25 എന്നും കിട്ടി. അതായത് 3:5 ആണ് പീജിയൻസിൻ്റെയും ഹോഴ്സസിൻ്റെയും എണ്ണത്തിൻ്റെ റേഷ്യോ. എങ്കിൽ 80 എനിമൽസാണ് ആദ്യം ഉള്ളതെന്ന് പറഞ്ഞു. 80ൻ്റെ 5/8 50 ഹോഴ്സസാണ് ആ ഫാമിലുള്ളത്. ഒരു കാസ്കിൽ 30 ലിറ്റർ പ്യുവർ മിൽക്കാണുള്ളത്. അതിൽ 6 ലിറ്റർ വെള്ളം കൊണ്ട് റീപ്ലേസ് ചെയ്തെന്ന് പറയണം. ഈ പ്രോസസ്സ് 2 തവണ കൂടെ റിപ്പീറ്റ് ചെയ്തു. എങ്കിൽ ബാക്കി എത്ര ക്വാണ്ടിറ്റി മിൽക്ക് ആ കാസ്കിൽ ഉണ്ടാവുമെന്നാണ് ചോദ്യം. എന്താ ചെയ്യേണ്ടത്, 30 × 24/30 × 24/30 × 24/30 എന്ത് കിട്ടും, 15.36 ലിറ്റേഴ്സ് മിൽക്ക് ആ കാസ്കിൽ ബാക്കിയുണ്ടാവും. 20 ലിറ്റർ മിക്സ്ചറിൽ 60% പ്യുവർ മിൽക്കും ബാക്കി 40% വാട്ടറാണെന്ന് പറയുന്നത്. എങ്കിൽ ഈ മിക്സിലേക്ക് എക്സ് ലിറ്റർ പ്യുവർ മിൽക്ക് ആഡ് ചെയ്തു എന്നാണ് പറയുന്നത്. എങ്കിൽ 60% മിൽക്കുള്ള മിക്സിലേക്ക് 100% പ്യുവർ മിൽക്ക് ആഡ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടിയെന്ന് പറയണു, 80% മിൽക്കുള്ള മിക്സ്ചർ കിട്ടിയെന്ന് പറയുന്നു. എങ്കിൽ അലിഗേഷനിൽ നടുവിൽ 80 എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ക്വാണ്ടിറ്റിയുടെ റേഷ്യോ 1:1 എന്ന് കിട്ടും. അതായത് ആദ്യം ഉണ്ടായിരുന്നത് 60% മിൽക്കിൻ്റെ മിക്സ്ചർ 20 ലിറ്ററാണ്. അപ്പുറത്ത് നമുക്ക് 1 എന്നാണ് കിട്ടിയത്. എങ്കിൽ 20 ലിറ്റർ ആണ് എക്സിൻ്റെ വാല്യൂ.